വെൽക്കം ടു വിദ്യാനിധി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ അറിയാം, അതിൻ്റെ പാർട്ട് 2 ആണിത്. അപ്പം വീഡിയോ ക്ലാസ് ഇഷ്ടപ്പെടുന്നവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരും ഉപകാരമാണ്. PSCക്കും മറ്റും ഉപകാരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യണം. നല്ലതല്ലേ കമൻറ്റ് ചെയ്യണം, എന്നാലല്ലേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയുടെ വിവിധ ഘടകങ്ങളാണ്. അതിൽ ജാതി വ്യവസ്ഥയായിരുന്നു ഒന്നാമത്തെ, അത് പറഞ്ഞു. അടുത്തത് മതം റിലീജിയൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭരണകൂടം ഒരു മതത്തിനും പ്രത്യേക പരിഗണന നൽകുന്നില്ല എന്നതാണ് ഇന്ത്യൻ മതേതരത്തിൻ്റെ പ്രത്യേകത. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15 പ്രകാരം മതം, വർഗം, ജാതി, ലിംഗം, ജനന സ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള ഏതൊരു വിഭജനത്തെയും നിരോധിച്ചിട്ടുണ്ട്. ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 15. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15 പ്രകാരം മതം, വർഗം, ജാതി, ലിംഗം, ജനന സ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനത്തെ നിരോധിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. ഇന്ത്യയിൽ ഉടലെടുത്തതും ഇന്ത്യക്ക് പുറത്ത് ഉത്ഭവിച്ചതുമായ മതങ്ങൾ സൗഹാർദ്ദത്തോടെ നിലനിൽക്കുന്നത് ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയുടെ സവിശേഷതകളിലൊന്നാണ്. ഇന്ത്യയിൽ ഉടലെടുത്തതും ഇന്ത്യക്ക് പുറത്ത് ഉത്ഭവിച്ചതുമായ മതങ്ങൾ സൗഹൃദത്തോടെ നിലനിൽക്കുന്നത് ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയുടെ സവിശേഷതയാണ്. ഇനി അടുത്ത ഇതിൽ മതഗ്രന്ഥം അല്ലെങ്കിൽ വചനം, അതിൽ നന്നിരുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സന്ദേശം, അതാണ് പറഞ്ഞിരിക്കുന്നത്. സാമൂഹിക നിയന്ത്രണത്തിൻ്റെ ഉപാധി. അടുത്താണ് സാമൂഹിക നിയന്ത്രണത്തിൻ്റെ ഉപാധി. മതസൗഹാർദ്ദ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച ബോർഡ് നിരീക്ഷിക്കൂ. ഗുരുഗ്രന്ഥ സാഹിബ് എന്ന മതഗ്രന്ഥത്തെ പറഞ്ഞിരിക്കുന്നതാണ് സത്യം മഹത്തരമാകുന്നു, സത്യസന്ധരായി ജീവിക്കുന്നത് അതിലും മഹത്തരമാകുന്നു. മതഗ്രന്ഥം ബൈബിള്. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഭഗവത്ഗീത. കർമ്മഫലത്തെ ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുക. കർമ്മഫലത്തെ ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുക. ധർമ്മപദം. സത്യത്തിലും ധർമ്മത്തിലും ഉറച്ചു നിൽക്കുന്നവർ ശുദ്ധരാകുന്നു. തത്വാർത്ഥ സൂത്രം. നിങ്ങളുടെ ജീവനെ നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ ജീവനെയും നിങ്ങൾ സ്നേഹിക്കുക. മുഹമ്മദ് നബി അല്ലെങ്കിൽ ഹദീസ് പറഞ്ഞതാണ്. സത്യസന്ധരായിരിക്കുക, കാരണം സത്യം നീതിയിലേക്ക് നയിക്കുന്നു. ഓരോ മതവും മാനവിക മൂല്യങ്ങളായ സത്യസന്ധത, അനുകമ്പ, പരസ്പര ബഹുമാനം, പരസ്പര സ്നേഹം, കരുതൽ, സാമൂഹിക ഉത്തരവാദിത്തം, നീതിബോധം, ധാർമ്മികത എന്നിവയെ പഠിപ്പിക്കുകയും അതുവഴി സാമൂഹികീകരണ പ്രക്രിയയെ സമ്പുഷ്ടമാക്കുകയും ചെയ്യുന്നു. അതിലൂടെ സമൂഹത്തിൽ സഹവർത്തിത്വവും ക്രമവും ഉറപ്പാക്കുന്നതിന് സാധിക്കുന്നു. മതമൂല്യങ്ങൾ വ്യക്തികളുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിലൂടെ സാമൂഹിക നിയന്ത്രണത്തിൻ്റെ ഉപാധിയായി വർത്തിക്കുകയും ചെയ്യുന്നു. അടുത്തതാണ് സാംസ്കാരിക വൈവിധ്യത്തെ സമ്പുഷ്ടമാക്കുന്നു. സാംസ്കാരിക വൈവിധ്യത്തെ സമ്പുഷ്ടമാക്കുന്നു. ചിത്രം നിരീക്ഷിക്കൂ. ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നതെന്നാണ് നിരീക്ഷിക്കാനാണ് പറയുന്നത്. ഇത് ബാദ്രയിലെ മൗണ്ട് മേരി ചർച്ച്, പഞ്ചാബിലെ മൊറീഷ് മോസ്ക്, സിക്കിമിലെ സുഡക് ധർമ്മചക്ര സെൻറ്റർ, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പം ഇന്ത്യയിലെ വിവിധ മതാഘോഷങ്ങൾ ഏതൊക്കെയാണ്? വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവർ ഇത്തരം ആഘോഷങ്ങളുടെ ഭാഗമാകുമ്പോൾ അത് സമൂഹത്തിൽ ഐക്യവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുന്നതിന് കാരണമുണ്ടാകാറുണ്ട്. അന്വേഷിക്കൂ. സാമൂഹിക മാറ്റത്തിന് ആക്കം കൂട്ടുന്നു. സാമൂഹിക മാറ്റത്തിന് ആക്കം കൂട്ടുന്നു. ചില മതപ്രസ്ഥാനങ്ങൾ സാമൂഹിക പ്രസ്ഥാനങ്ങളായി പരിണമിച്ച് അവ സാമൂഹിക മാറ്റത്തിന് വഴി തെളിയിച്ചിട്ടുണ്ട്. അവ ജാതി വിവേചനങ്ങളെ വെല്ലുവിളിക്കുകയും സമത്വം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. രാജാറാം മോഹൻ റോയിയുടെ നേതൃത്വം കൊടുത്ത ബ്രഹ്മസമാജം ഇതിനുദാഹരണമാണ്. രാജാറാം മോഹൻ റോയ് നേതൃത്വം കൊടുത്തത് എന്താണ്? ബ്രഹ്മസമാജം. മതങ്ങൾ സമൂഹത്തിൽ നവീകരണവും ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലും മതത്തിൻ്റെ പേരിലുള്ള വിവാഹിതയും
സംഘർഷങ്ങളും ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ചിലപ്പോഴെങ്കിലും വെല്ലുവിളിയാകാറുണ്ട്. ഇത്തരം പ്രവണതകൾ സാമൂഹിക ഐക്യത്തെ ദോഷകരമായി ബാധിക്കുന്നു. അടുത്തതാണ് ഭാഷ. ഭാഷ പലതരം ലാംഗ്വേജുകളുണ്ട്. ഇന്ത്യയിലെ ലാംഗ്വേജുകൾ എന്തൊക്കെയാ? ഇഷ്ടം പോലെ ലാംഗ്വേജുകളുണ്ട്. പഞ്ചാബി, സിദ്ധി, ഹിന്ദി, ബീഹാരി, ബംഗാളി, ആസാമീസ്, രാജസ്ഥാനി, ഗുജറാത്തി, മറാത്തി, കൊങ്കണി, ഒഡിയ, തെലുങ്ക്, കന്നഡ, തമിഴ്, മലയാളം, തുളു, തോഡ, മുണ്ടരി, സവോര, ജുവാങ്, ബോണ്ടോ, ഗഡാബ, ഹുമിയ, സന്താലി, ഖാസി, മലയാളം, അങ്ങനെ ഒരുപാട് ഭാഷകളുണ്ട്. ലോകത്ത് ഏറ്റവും അധികം ഭാഷാ വൈവിധ്യമുള്ള രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. 22 ഔദ്യോഗിക ഭാഷകളും ഒട്ടേറെ ഭാഷാഭേദങ്ങളും ഇന്ത്യയിലുണ്ട്. കേവലം ആശയവിനിമയത്തിനുള്ള മാധ്യമം മാത്രമല്ല ഭാഷ. അത് സംസ്കാരത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അടയാളം കൂടിയാണ്. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചത് ഭാഷയുടെ അടിസ്ഥാനത്തിലായിരുന്നു. വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങൾ തമ്മിൽ സാമൂഹിക വ്യവസ്ഥയിലും സംസ്കാരത്തിലും ധാരാളം വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു. ജനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിലും സംസ്കാരത്തെ പരിപോഷിപ്പിക്കുന്നതിലും ഐക്യം ഉറപ്പുവരുത്തി ഇന്ത്യയുടെ സാമൂഹിക വ്യവസ്ഥ നിലനിർത്തുന്നതിലും ഭാഷയുടെ പങ്ക് പ്രധാനമാണ്. ഇന്ത്യയിലെ പ്രശസ്ത സാമൂഹ്യശാസ്ത്രജ്ഞയും ആദ്യത്തെ നരവംശശാസ്ത്രജ്ഞയുമായ വ്യക്തിയാണ് പ്രൊഫസർ ഇരാവതി കാർവെ. ഇന്ത്യയിലെ പ്രശസ്ത സാമൂഹ്യശാസ്ത്രജ്ഞയും ആദ്യത്തെ നരവംശശാസ്ത്രജ്ഞയുമായ വ്യക്തിയാണ് പ്രൊഫസർ ഇരാവതി കാർവെ. ഭാഷാകുടുംബം. പ്രധാന ഭാഷകൾ. നിലനിന്നിരുന്ന ഭാഷാ ഭൂപ്രദേശങ്ങൾ. ഈ ഒരു ചാർട്ട് നോക്കി വെച്ചോട്ടോ. ഭാഷാകുടുംബം. ഇൻഡോ യൂറോപ്യൻ മേഖലകളിലെ പ്രധാന ഭാഷകളാണ് പഞ്ചാബി, സിദ്ധി, ഹിന്ദി, ബീഹാരി, ബംഗാളി, ആസാമീസ്, രാജസ്ഥാനി, ഗുജറാത്തി, മറാത്തി, കൊങ്കണി, ഒഡിയ എന്നിവ. പഞ്ചാബ്, സിന്ധ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശിൻ്റെ ചില ഭാഗങ്ങൾ, ബീഹാർ, ബംഗാൾ, ആസാം, രാജസ്ഥാൻ, കത്തിയാവാഡ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ദക്ഷിണ കൊങ്കൺ, ഒറീസ എന്നിട്ട് നിലനിന്നിരുന്ന ഭാഷകളാണിത്. അടുത്ത ഭാഷാകുടുംബമായിരുന്നു ദ്രാവിഡം. അവിടെ നിലനിന്നിരുന്ന പ്രധാന ഭാഷകൾ തെലുങ്ക്, കന്നഡ, തമിഴ്, മലയാളം, തുളു, കൊടക്, തോഡ. നിലനിന്നിരുന്ന ഭാഷാ പ്രദേശങ്ങൾ ആന്ധ്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട്, കേരളം, തുളുനാട്, കൂർഗ് കുന്നുകൾ, നീലഗിരി കുന്നുകൾ എന്നിവ. അടുത്ത ഭാഷാകുടുംബമാണ് ആസ്ട്രോ ഏഷ്യാറ്റിക്. പ്രധാന ഭാഷകൾ മുണ്ടരി, സവോര, ജുവാങ്, ബോണ്ടോ, ഗഡാബ, ഭൂമിയ, സന്താലി, ഖാസി എന്നീ ഭാഷകൾ. നിലനിന്നിരുന്ന പ്രദേശങ്ങൾ ദക്ഷിണ ബീഹാർ, ദക്ഷിണ ഒറീസയുടെ വടക്ക് പടിഞ്ഞാറ് മധ്യമേഖലകൾ, പശ്ചിമ ബംഗാൾ, സന്താൾ പരാഗണ ജില്ല, ആസാം കുന്നുകൾ എന്നിവയിൽ. സാംസ്കാരിക പാരമ്പര്യങ്ങളെ ജൈവികമാക്കുന്നു. വാമൊഴിപ്പൊട്ടുകളിലൂടെ പാരമ്പര്യ മൂല്യങ്ങളും സാമൂഹിക വഴക്കങ്ങളും ചരിത്ര സംഭവങ്ങളും സംരക്ഷിക്കപ്പെടുന്നു. കേരളത്തിലെ വാമൊഴിപ്പാട്ടുകൾക്ക് ഉദാഹരണമാണ് വടക്കൻ പാട്ടുകൾ. കാലഘട്ടങ്ങൾക്കനുസരിച്ച് വാമൊഴിയിലൂടെയും മാറ്റങ്ങൾക്ക് വിധേയമായി വരമൊഴികളിലൂടെയും അതാത് സമൂഹത്തിൽ പാരമ്പര്യത്തെ ജൈവമാക്കുന്നതാണ് ഭാഷകൾ. ഓരോ സമൂഹത്തിൻ്റെ പാരമ്പര്യങ്ങളും കഥകളും മൂല്യങ്ങളും അതത് സമൂഹത്തിൻ്റെ സംസ്കാരത്തെ പരിപോഷിക്കുകയാണ്. വടക്കൻ പാട്ട്. വടക്കൻ കേരളത്തിൽ ഉടലെടുത്ത വീരരാധാനപരമായ നാടോടിപ്പാട്ടുകൾ. വടക്കേ മലബാറിലെ കടത്തനാട്, കോലത്തുനാട്,
വയനാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ കളരി അഭ്യാസങ്ങൾക്ക് പേരുകേട്ട പുത്തൂരം, തച്ചോളി തുടങ്ങിയ തറവാടുകളിലെ അഭ്യാസികളുടെ ജീവചരിത്രവും അവരെ പ്രകീർത്തിക്കലുമാണ് വടക്കൻ പാട്ടുകളിലെ സാരം. ഈ പാട്ടുകൾ മലയാള ഭാഷയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു. അടുത്തത് സ്വത്വബോധം നൽകുന്നു. ഭാഷാ വ്യക്തികളെ അവരുടെ സ്വത്വവുമായി ബന്ധിപ്പിക്കുന്നു. തമിഴർ, ബീഹാറികൾ, പഞ്ചാബികൾ മുതലായ പ്രയോഗങ്ങൾ വ്യക്തികളുടെ ഭാഷയും സ്വത്വവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന് ഉദാഹരണമാണ്. ഭാഷ വ്യക്തികളുടെ സ്വത്വബോധവുമായി ഉൾച്ചേർന്നിരിക്കുന്നു. അടുത്തതാണ് സാംസ്കാരിക വൈവിധ്യങ്ങളോടുള്ള ബഹുമാനവും സഹവർത്തിത്വവും വളർത്തുന്നു. വിവിധ ഭാഷകളിലൂടെ വ്യത്യസ്ത സംസ്കാരങ്ങളെക്കുറിച്ചും അവയെ ബഹുമാനിക്കാനും സഹവർത്തിത്വം വളർത്തുവാനും സാധിക്കുന്നു. പ്രാദേശിക ഭാഷകൾ ഉൾപ്പെടെ ഒന്നിലധികം ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വ്യക്തികൾക്ക് വ്യത്യസ്ത ജീവിത വീക്ഷണങ്ങളും അവസരങ്ങളും നൽകുന്നു. ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ സന്തുലിതമായി നിലനിർത്തുന്നതിന് ഭാഷാ വൈവിധ്യത്തെ തിരിച്ചറിയേണ്ടതും ബഹുമാനിക്കേണ്ടതും അനിവാര്യമാണ്. അടുത്തതാണ് ഗോത്ര സമൂഹങ്ങൾ, അതായത് ട്രൈബൽ സൊസൈറ്റി. വരയാളുകളുടെ സംരക്ഷണത്തിന് മുതുവാൻ ഗോത്രത്തിന്റെ അറിവുകൾ പ്രയോജനപ്പെടുത്തി വനം വകുപ്പ്. പശ്ചിമഘട്ട മലനിരകളെ സംരക്ഷിക്കുന്നതിന് കർണാടകയിലെ സോലിക ഗോത്രത്തിന്റെ വിലമതിക്കാനാവാത്ത സംഭാവനകൾ. പരമ്പരാഗത നെല്ലിനങ്ങളെയും കൃഷിരീതിയെയും സംരക്ഷിച്ചതിന് കുറിച്യ ഗോത്രത്തിൽ നിന്നുള്ള കർഷകർ ചെറുവയൽ രാമന് പത്മശ്രീ. വാർത്താ തലക്കെട്ടുകൾ വായിച്ചില്ലേ? ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥ നിലനിർത്തുന്നതിൽ വിവിധ ഗോത്ര സമൂഹങ്ങൾ നൽകുന്ന സംഭാവനകളാണ് ഈ വാർത്തകളിലെ പ്രതിപാദ്യ വിഷയം. തലക്കെട്ടുകളിൽ നിന്ന് ഗോത്ര സമൂഹങ്ങളുടെ എന്തെല്ലാം സംഭാവനകളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥ നിലനിർത്തുന്നതിൽ ഗോത്ര സമൂഹങ്ങൾ വിവിധ സംഭാവനകൾ നൽകുന്നു. ഇന്ത്യൻ സമൂഹത്തെ സാമൂഹികമായും സാംസ്കാരികവും ഭൂമിശാസ്ത്രപരവുമായ സവിശേഷതകൾക്കനുസരിച്ച് ഗോത്ര സമൂഹം, ഗ്രാമസമൂഹം, നഗരസമൂഹം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ഇന്ത്യൻ സമൂഹത്തെ സാമൂഹികവും സാംസ്കാരികവും ഭൂമിശാസ്ത്രപരവുമായ സവിശേഷതകൾക്കനുസരിച്ച് ഗോത്ര സമൂഹം, ഗ്രാമസമൂഹം, നഗരസമൂഹം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ഇന്ത്യൻ ഗോത്ര സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ഗോത്രസമൂഹം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗോത്രജനതയുള്ളത് ആഫ്രിക്കയാണ്. രണ്ടാം സ്ഥാനം ഇന്ത്യക്കാണ്. ഇന്ത്യയിലെ തദ്ദേശീയത ജനത ഗോത്ര സമൂഹങ്ങളാണ്. ഇന്ത്യയിലെ തദ്ദേശീയത ജനത എന്നറിയപ്പെടുന്നത് ഗോത്ര സമൂഹങ്ങളാണ്. ഇന്ത്യൻ ജനസംഖ്യയുടെ 8.6% ഗോത്ര സമൂഹമാണ്. മിസോറാം, നാഗാലാൻഡ്, മേഘാലയ, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലും ലക്ഷദ്വീപിലും ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഗോത്ര ജനതയാണ്. ഗ്രാമസമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തരായ സവിശേഷതയുള്ളവരാണ് ഗോത്ര സമൂഹം. ഓരോ ഗോത്ര സമൂഹത്തിനും തനതായ ഭാഷ, ആചാരങ്ങൾ, ഭരണ സംവിധാനങ്ങൾ എന്നിവയുണ്ട്. ഗോത്ര ജനത പ്രകൃതിയുമായി അടുത്ത് ഇടപഴകി ജീവിക്കുന്നവരും സുസ്ഥിര കൃഷിയിലും വനപരിപാലനത്തിലും വ്യാപൃതരാകുകയും ചെയ്യുന്നവരാണ്. ഇതുവഴി പരിസ്ഥിതിയെ സംരക്ഷിക്കാനും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താനും ഗോത്ര സമൂഹങ്ങൾക്ക് സാധിക്കുന്നു. ഗോത്ര സമൂഹത്തിന്റെ വ്യത്യസ്ത ഭാഷകൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, ഭക്ഷണരീതികൾ, ജീവിത രീതി എന്നിവ നമ്മുടെ വൈവിധ്യത്തിന്റെ ഭാഗമാണ്. വനം, ജൈവ വൈവിധ്യം എന്നിവ തനതായ രീതിയിൽ സംരക്ഷിക്കുന്നതിൽ ഗോത്ര സമൂഹത്തിന്റെ സംഭാവനകൾ വളരെ വലുതാണ്. പരമ്പരാഗത അറിവുകൾ, കല, സംസ്കാരം മുതലായവ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്നതിലൂടെ ഇന്ത്യൻ സാംസ്കാരിക സംരക്ഷണത്തിൽ ഗോത്ര സമൂഹം പ്രധാന പങ്കു വഹിക്കുന്നു. പരമ്പരാഗത അറിവ്. കൃഷി, ഔഷധങ്ങൾ, ജൈവ വൈവിധ്യ സംരക്ഷണം എന്നിവയെക്കുറിച്ച് പാരമ്പര്യ ഗോത്ര സമൂഹങ്ങൾക്ക് വിലപ്പെട്ട അറിവുകളാണുള്ളത്. ആരോഗ്യ പരിപാലനത്തിൽ തനത് പ്രകൃതിദത്ത വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു.
ഉദാഹരണം, വിവിധ ഗോത്രങ്ങളിലുള്ളവർ വ്യത്യസ്ത കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന വിളകൾ ഉൽപ്പാദിപ്പിക്കുകയും അവയുടെ വിത്തുകൾ തനതായ രീതിയിൽ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഗോത്ര സമൂഹത്തിന്റെ നാട്ടുനടപ്പ് രീതികളും വാമൊഴി ചരിത്രങ്ങളും ഇന്ത്യൻ സംസ്കാരത്തിന് മികച്ച സംഭാവനകൾ നൽകുന്നു. പരമ്പരാഗത നെൽവിത്തിനങ്ങളുടെ സംരക്ഷണത്തിനും പ്രചാരണത്തിനുമായി 2023 പത്മശ്രീ അവാർഡ് ഇന്ത്യൻ പ്രസിഡന്റായ ശ്രീമതി ദ്രൗപദി മുർമുവിൽ നിന്നും സ്വീകരിച്ചത് ശ്രീ ചെറുവയൽ രാമൻ. പരമ്പരാഗത നെൽവിത്തിനങ്ങളുടെ സംരക്ഷണത്തിനും പ്രചരണത്തിനുമായി 2023 പത്മശ്രീ അവാർഡ് ഇന്ത്യൻ പ്രസിഡന്റായ ശ്രീമതി ദ്രൗപദി മുർമുവിൽ നിന്നും സ്വീകരിച്ചത് ശ്രീ ചെറുവയൽ രാമൻ. പരമ്പരാഗത ഔഷധ ചികിത്സാ രീതിക്ക് 2018 പത്മശ്രീ അവാർഡ് ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ശ്രീനാഥ് കോവിന്ദിൽ നിന്നും സ്വീകരിച്ചത് ശ്രീമതി ലക്ഷ്മിക്കുട്ടി. പരമ്പരാഗത ഔഷധ ചികിത്സാ രീതിക്ക് 2018 പത്മശ്രീ അവാർഡ് ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ശ്രീ രാംനാഥ് കോവിന്ദിൽ നിന്നും മേടിച്ചത് ശ്രീമതി ലക്ഷ്മിക്കുട്ടി. കലയും സംസ്കാരവും ഗോത്ര സമൂഹം തങ്ങളുടെ സവിശേഷമായ ഭാഷ, കലാരൂപങ്ങൾ, ആഘോഷങ്ങൾ, സംഗീതം, നൃത്തം എന്നിവയിലൂടെ ഇന്ത്യൻ സംസ്കാരത്തെ പരിപോഷിപ്പിക്കുന്നു. ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തെ ഗോത്ര സമൂഹവും ബലപ്പെടുത്തുന്നു. ഗോത്രകലകളും സാംസ്കാരിക ഉത്സവങ്ങളും ആഗോളതലത്തിൽ ആകർഷിക്കപ്പെടുകയും വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഗോത്രകലകൾ: ഇരുള നൃത്തം, പണിയ നൃത്തം, പാളിയ നൃത്തം, മംഗലം കളി, മലപ്പുലയാട്ടം. അടുത്തതാണ് അസമത്വത്തിനെതിരെ സുസ്ഥിര ജീവിതം. ഗോത്ര സമൂഹങ്ങൾ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുകയും പ്രകൃതി വിഭവങ്ങളെ പരിസ്ഥിതി സൗഹൃദമായ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുന്നു. ഈ സമൂഹത്തിന്റെ സമ്പ്രദായങ്ങൾ പരിസ്ഥിതി സംരക്ഷണത്തിനും വിഭവ പരിപാലനത്തിനും മികച്ച മാതൃകകൾ നൽകുന്നു. വനത്തെ സംബന്ധിച്ച് ഗോത്ര സമൂഹത്തിന്റെ അറിവുകൾ ഇക്കോ ടൂറിസം മേഖലയുടെ വികാസത്തിന് ആക്കം കൂട്ടുന്നു. രാജ്യത്തിന്റെ ജ്ഞാനസമ്പദ് വ്യവസ്ഥയ്ക്ക് ഗോത്ര സമൂഹത്തിന്റെ അറിവുകൾ മുതൽക്കൂട്ടാകുന്നതിന്റെ ഉദാഹരണമാണിത്. അടുത്തതാണ് അസമത്വത്തിനെതിരെയുള്ള പ്രതിരോധങ്ങൾ. അത് നമുക്ക് അടുത്ത വീഡിയോ നോക്കാതെ. ആദ്യത്തെ അരമണിക്കൂറുള്ളൂ, ഇത് 20 മിനിറ്റേ ഉള്ളൂ. അപ്പം അടുത്തത് ഒരു അരമണിക്കൂറും കൂടിയായിട്ട് 3 പാട്ടായിട്ട് ഇടാവേ. അപ്പം എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിലങ്ങനെ വലിയ സംഭവം ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, ചോദിക്കാൻ ചിലപ്പോൾ. എന്നാലും അങ്ങനെ ഇനി വരുന്ന പാട്ടിലുണ്ട് കേട്ടോ അത്യാവശ്യം കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക് യു ഓൾ.